കുംഭമേള എങ്ങനെയാണ് നടത്തുന്നത്? കുംഭമേളയുടെ പരസ്യം നമ്മൾ ഇവിടെ കേരളത്തിലടക്കം അത് കണ്ടതല്ലേ? അതൊരു വലിയ തരത്തിലുള്ള ഒരു ടൂറിസം പരിപാടിയാണ്. കുംഭമേളയിൽ യോഗി ആദിത്യനാഥ് ആണല്ലോ യുപിയുടെ മുഖ്യമന്ത്രി. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുമോ? കാരണം അവിടെ ഈ കുംഭമേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പങ്കെടുക്കുന്ന വിശ്വാസികളാണ്. വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതായത് മുഖ്യമന്ത്രി കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് പോകണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ അവിശ്വാസമുണ്ടോ എന്നുള്ളതല്ല അതിന്റെ വിഷയം. ആ സർക്കാർ എടുക്കുന്ന നിലപാട്, ആ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകും. അതിനിപ്പോ ഈ പറയുന്ന വിശ്വാസം കൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ഉമ്മൻചാണ്ടി എന്നാണ് ശബരിമലയുടെ കാര്യത്തിലൊക്കെ എടുത്തിരുന്ന നിലപാട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. ഞാൻ പൂർത്തിയായിട്ട് എന്റെ സമയം കുറച്ച് സമയമുള്ളൂ. ശബരിമല എന്തുകൊണ്ടാണ് വ്യത്യസ്തമാവുന്നത്? എല്ലാ ഭക്തർക്കും എല്ലാ വിശ്വാസികൾക്കും പോകാവുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ശബരിമല വ്യത്യസ്തമാവുന്നത്. അപ്പോൾ അവിടെ ഇത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെയാണെന്ന രൂപത്തിൽ അത് പ്രതികരിക്കേണ്ട കാര്യമില്ല. എല്ലാ വിശ്വാസികൾക്കും പോകാവുന്ന ഇടമാണ്. ആ നിലയ്ക്കാണ് ശബരിമലയെ കാണുന്നത്. ആ നിലയ്ക്ക് ശബരിമലയെ ലോകത്തെ അറിയിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നതാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന് അത് ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. അതിൽ BJP പറയുന്ന വാദങ്ങൾ വളരെ ദുർബലമാണ്. BJPക്ക് മതവും സമുദായവും എല്ലാം പറഞ്ഞ് വോട്ട് നേടാം, അത് വേറെ ആർക്കും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇടതുപക്ഷം അത് ചെയ്യാമോ എന്ന ചോദ്യം വേറെ ഇടതുപക്ഷത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്.